അറിഞ്ഞില്ലേ നിങ്ങള്? എന്തത് സംഭവം? എന്തത് ഭ്രാന്തായമാർക്ക്? മമ്മൂട്ടി ഫാൻസ് അല്ല, മമ്മൂക്കാന്റെ അപ്പം കുഴിന്ന് എണീറ്റ് വന്നെന്ന് പറഞ്ഞാൽ പോലും അലിൻ ജോസ് പെരേര പേടിക്കത്തില്ല. ആഞ്ജനേയ സ്വാമി. നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. അങ്ങനെയാണ് മമ്മൂട്ടിയുടെ ഉപ്പാപ്പ മറ്റേ കുഴിമാടത്തിൽ എണീറ്റ് വന്നാൽ പോലും അലിൻ ജോസ് പെരേര തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുകുല കാമ്പോജിൽ ഞാൻ തിളച്ച ചായ ഒഴിക്കും. അലിൻ ജോസിന്റെ ഒരു രോമത്തിൽ പോലും മമ്മൂട്ടിയുടെ ഫാൻസോ ഒരു മനുഷ്യനെ തുടർത്തില്ല. ഒരു പൂച്ചക്കുഞ്ഞു പോലും അലിൻ ജോസിന്റെ കയ്യെ പിടിക്കത്തില്ല. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. അയ്യോ എന്നെ കൊല്ലാൻ വന്നേ. എനിക്കൊരുത്തരം പേടിയില്ല. മമ്മൂട്ടീന്റെ മരിച്ചു കിടക്കുന്ന കുഴി കിടക്കുന്നവരെയൊക്കെ വിളിക്കാൻ പാടില്ല ഇവൻ. എന്തിന്റെ കഴി കുറച്ച് നാളായി നിനക്ക് ഞാൻ ഇത് ഓങ്ങി വെച്ചിട്ട്. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. മമ്മൂക്കടെ മറ്റേ അപ്പനപ്പന്മാരെ മത്സരത്തിൽ ഇറങ്ങി വന്നാൽ പോലും ഞാൻ റിവ്യൂ പറയുമെന്ന് പെട്ടെന്ന് ആവശ്യത്തിൽ പറഞ്ഞു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. മമ്മൂക്കയുടെ ഫാൻസിനോടും ഈ കേരള ജനതയോടെല്ലാം പൊതുമാപ്പ് പറയണം. കാരണം എന്ന് വെച്ചാല് ഒരാളുടെ അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ? നീ പൊതുമാപ്പ് പറഞ്ഞാൽ മതി. നീ കഥ നിർത്തി അഭിലാഷ, കഥ നിർത്തി. അവൻ പൊതുമാപ്പ് മുതലാളി ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി, ഞാൻ ശരിയായിക്കോളൂ. മരിച്ചുപോയ ആൾക്കാരുടെ പേരല്ല അങ്ങനെ അപ്പനപ്പന്മാരെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിന്റെ നട്ടലൂരി ഞാൻ ലാത്തി ഉണ്ടാക്കും. അപ്പം ബാപ്പാന്റെ ബാപ്പൊക്കെ വിളിച്ച പോലെയൊക്കെയാണ് ആൾക്കാർക്ക് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ അതേ വിഷമിക്കുന്നു. അപ്പൊ ആ പറഞ്ഞ വാക്കുകൾ മമ്മൂക്കയുടെ വീട്ടുകാരെ വിളിച്ച് ചീത്ത പറഞ്ഞ രീതിയിൽ പറയേണ്ടി പെട്ടെന്ന് ആവേശത്തിൽ പറഞ്ഞു പോയത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അതിന് മാപ്പ് ചോദിക്കുകയാണ്. ഭയങ്കര വിഷമമുണ്ട്. നിന്റെ തൊള്ളോർന്ന് ഒച്ചെങ്ങാനും പുറത്ത് പൊങ്ങിയാണ് നിന്റെ വായിൽ ഞാൻ ടാറൂരിക്ക് ഒഴിക്കും. മമ്മൂക്കയെ സ്നേഹിക്കുന്ന എല്ലാവരോടും കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയുകയാണ്. ഇപ്പൊ ഇവരുടെ കാല പിടിക്കുന്നു. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. എന്റെ തൊണ്ടയിലും കയറിയില്ല സാംബശിവൻ. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? ഗോപുരമൻ കഥ പറയേ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. ആട്ടോ ബ്രദർ, ആർക്കും എന്നെ തടുക്കാനാവില്ല. പാൽക്കാരി പെണ്ണെ, പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ.